ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു ചിക്കൻ ചുക്ക എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിക്കുന്നത്. അതിന് വേണ്ടി ഗ്യാസ് കത്തിച്ച് നമ്മൾ ചീനച്ചട്ടി അടുപ്പത്ത് വെക്കുക. അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ചൂടായതിന് ശേഷം അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴേക്കും ഞാനിവിടെ 10 സവോളയാണ് എടുത്തിരിക്കുന്നത്. 10 സവോള അതിനകത്തിട്ട് നന്നായിട്ടൊന്ന് നന്നായിട്ട് വഴറ്റി നല്ല ബ്രൗൺ കളറാവണം അന്നേരം വരേക്കും നന്നായിട്ട് വഴറ്റി ആ എണ്ണയിൽ നന്നായിട്ട് മൂക്കണം. കാരണം വേറെ ഒന്നും നമ്മൾ വെള്ളമോ മറ്റു കാര്യങ്ങളോ ഒന്നും അതിനകത്ത് ഒഴിക്കാത്തതുകൊണ്ട് ആ എണ്ണയിൽ നന്നായിട്ട് വഴണ്ട് നമ്മൾ ബിരിയാണിക്കൊക്കെ എടുക്കുന്ന പോലെ തന്നെ കളറായി വരണം. ഇതേപോലെ നന്നായിട്ട് ഇളക്കി നല്ല ബ്രൗൺ കളറായിട്ട് വരണം. ഇതേപോലെ ആയി വരണം. ആയി വന്നതിന് ശേഷം നമ്മളിത് വെളിച്ചെണ്ണ ആയതുകൊണ്ട് തന്നെ വേറെ വെളിച്ചെണ്ണ പോകുന്ന പോലത്തെ ഒരു തവിയെടുത്ത് നമ്മളത് കോരി വേറൊരു പാത്രത്തിലേക്ക്, അതായത് ഒരു വലിയ പാത്രത്തിൽ തന്നെ വെക്കണം. കാരണം നമ്മൾ ചിക്കനും എല്ലാം കൂടെ ഇട്ട് ഇളക്കുന്നത് ആ പാത്രത്തിലായതുകൊണ്ട് അത്യാവശ്യം വലിയൊരു പാത്രം എടുത്ത് ഇതുപോലെ ഒരു പാത്രം എടുത്ത് അതിലേക്ക് നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന ഉള്ളിയെല്ലാം കൂടെ മാറ്റി വെച്ചതിന് ശേഷം ഇതുപോലെ മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കിയ മുഴുവൻ ചിക്കൻ 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. 1 കിലോ ചിക്കൻ മുഴുവനുമായിട്ട് അതിലേക്ക് ഇട്ടതിന് ശേഷം നമുക്ക് ഓരോ പൊടികൾ ചേർക്കാം. ഞാനിവിടെ മഞ്ഞൾപ്പൊടി 2 സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. അതിന് ശേഷം ഒരു 1.5 സ്പൂൺ ഓളം നമ്മൾ മല്ലിപ്പൊടി ചേർക്കുന്നു. അതിന് ശേഷം 2 സ്പൂൺ അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് മുളക് പൊടി ചേർക്കാവുന്നതാണ്. ഞാനിവിടെ 2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ ചിക്കൻ മസാല, പിന്നെ ചേർക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ഞാനിവിടെ ഇടുന്നത്. പേസ്റ്റ് വേണമെങ്കിലും ആക്കിയിടാം. ഞാനിവിടെ ചതച്ചിടുന്നുണ്ട്. അതിന് ശേഷം അല്പം കറിവേപ്പിലയും കൂടെ ഇട്ട് അതിന് ശേഷം ഒരു 1.5 സ്പൂൺ അല്ലെങ്കിൽ 1 സ്പൂൺ കുരുമുളക് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എല്ലാ ഭാഗത്തും ആ ഉള്ളി അതും ഇതും എല്ലാം കൂടെ ആ ചിക്കനും എല്ലാം കൂടെ നന്നായിട്ട് ഇതാകുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അല്പം നാരങ്ങ നീര്, ഒരു പാതി നാരങ്ങ നീര് അതിലേക്ക് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതൊരല്പം നേരം അതായത് ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂറോളം നമ്മളത് മൂടി വെച്ചതിന് ശേഷം നേരത്തെ നമ്മൾ ഉള്ളി വഴറ്റിയ എണ്ണയിലേക്ക് തന്നെ നമ്മൾ ആ ചിക്കൻ ഇടുക. കാരണം അതിനകത്ത് വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. ആ എണ്ണയിൽ തന്നെ കിടന്നാണ് ആ ചിക്കൻ ആകുന്നത്. അതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ച ആ ചിക്കൻ ഓരോന്നും അതിലേക്ക് ഇടുക. തവിയിലെടുത്ത് ചിക്കൻ നന്നായിട്ട് ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി ആ എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് വഴണ്ട് വരണം. നന്നായിട്ട് വഴണ്ട് ആ ചിക്കനും ആ എണ്ണയും ഉള്ളിയും എല്ലാം കൂടെ അതിൽ പിടിച്ച് വരണം. അന്നേരമാണ് അതിൻ്റെ ആ ടേസ്റ്റ് നമുക്ക് കിട്ടാൻ പറ്റുക. അങ്ങനെ വെള്ളമൊന്നും ഒഴിക്കാത്തത് കൊണ്ട് തന്നെ നന്നായിട്ട് അത് വഴണ്ട് ഇതേ പരുവത്തിൽ നന്നായിട്ടൊന്ന് വഴണ്ട് വരണം. അതിന് വരെ നമുക്കൊരല്പം നേരം അത് എടുത്ത് മൂടി വെച്ചില്ലെങ്കിൽ അതിൻ്റെ ആവി പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് അതിനകത്ത് വരില്ല. നമ്മളത് മൂടി വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് ഇതും കാര്യങ്ങളെല്ലാം അതിൽ തന്നെ പറ്റി ചിക്കനിലേക്ക് തന്നെ പറ്റി നല്ല ആവിയെല്ലാം അതിലേക്ക് പറ്റി നല്ല പരുവത്തിലായി വരും. ഇതുപോലെ നമുക്കൊരു അരമണിക്കൂറോളം ഇത് മൂടി വെക്കണം. എന്നാലേ അത് കഴിഞ്ഞിട്ട് ഇതായിട്ടുള്ളത്. ഇപ്പോൾ കണ്ടില്ല, മൂടി വെച്ച് എടുത്തതിന് ശേഷം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ചിക്കന് ഇത് വേണം ചോറിനെടുക്കാം, അപ്പത്തിനെടുക്കാം, ചപ്പാത്തിക്ക് എടുക്കാം, എന്തിനു വേണമെങ്കിലും ഉപയോഗിക്കാം. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഉപ്പ് അതിനകത്തേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഞാൻ ഉപ്പ് ചേർക്കാത്തതുകൊണ്ട് തന്നെ ലാസ്റ്റ് ഇപ്പോഴാണ് ചേർക്കുന്നത്. ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ വേറെ പാത്രത്തിലേക്ക് മാറ്റാം. അല്ലെങ്കിൽ ടൊമാറ്റോ വേണം ബിരിയാണിയുടെ അടുത്ത് നല്ലത്. ഇത് എല്ലാ കാര്യത്തിനും നമുക്ക് ചോറിനും അപ്പത്തിനും എല്ലാത്തിനും ഉപയോഗിക്കാം. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക് യു.